ഇനി നമ്മൾ പഠിക്കുന്ന പ്രായം കഴിഞ്ഞു, ഇനി നമ്മൾ പഠിപ്പിക്കുന്ന പ്രായമാണ്. കാരണം നമ്മൾ പഠിക്കുന്ന ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട്, കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന വീഡിയോസുകൾ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നിപ്പോകാറുണ്ട് ചിലപ്പോഴൊക്കെ. ഇത്രയും നന്നായിട്ട് കുട്ടികൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുണ്ടല്ലോ, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എവിടെയായിരുന്നു ഇവരെന്ന് നമ്മൾ ചോദിച്ചു പോകാറുണ്ട് മനസ്സുകൊണ്ടെങ്കിൽ. കാരണം നമ്മളെ കുരങ്ങാനെന്നും കഴുതയെന്നും അതുപോലെ മൊട്ടയെന്നും നമ്മളെ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി പഠിപ്പിച്ച അധ്യാപകർ നമ്മൾ ഓർമ്മയിൽ ഇന്നുമുണ്ട്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ മുമ്പിലൂടെ നടന്നു പോകുന്നുണ്ട് ആളുകളുണ്ട് ചിലപ്പോൾ. അതേപോലെ ചില ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന വീഡിയോസുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൂടെയൊക്കെ കാണുമ്പോൾ, അവർ പഠിപ്പിക്കുന്ന രീതികൾ കാണുമ്പോൾ, ആ മോണിറ്ററൊക്കെ തുറന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇവരെവിടെയായിരുന്നു? ഇനി അതൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ ഇനി പോയിട്ട് അവിടെ ഇരുന്ന് സ്കൂളിലിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു ആ ഒരു മൂവ്മെൻറ്റ് നമ്മളത് കഴിഞ്ഞു പോയി. പക്ഷേ നമുക്കിനി അവശേഷിക്കുന്ന വിശാലമായ ഒരു മൂവ്മെൻ്റ് ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറില്ല. എത്ര വണ്ടി ഓട്ടാൻ അറിയുമെങ്കിലും സ്വന്തം മക്കൾക്ക് പോലും വണ്ടി ഓട്ടാൻ പഠിപ്പിക്കാത്ത പിതാക്കന്മാരെ എനിക്കറിയാം. അവർക്ക് നന്നായിട്ട് അറിയാം, സ്കൂട്ടിയൊക്കെ നല്ല ഭംഗിയിൽ അറിയാം, നല്ല രീതിയിൽ അവർ ഓടിക്കുന്നുണ്ട്. അതേപോലെ കാറ് നല്ല രീതിയിൽ ഓടിക്കുന്നുണ്ട്. എന്നിട്ടും തൻ്റെ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ, തൻ്റെ അനുജനൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, തൻ്റെ അനിയത്തിക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ധൈര്യമോ ഒരു പഠിപ്പിക്കേണ്ട ഒരു സ്കില്ല് നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ട്? അതുപോലെ നമ്മളെ മക്കൾ, നമ്മൾ മതപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കത് അറിയാം, നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മളെ കുട്ടികൾ ചോദിക്കുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുക്കാൻ, ഒരു ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കാൻ, അത് ഇന്ന വിഷയമാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ ഒരു സ്കില്ല് നമ്മൾ നേടിയെടുക്കേണ്ടത്, പഠിപ്പിക്കുക എന്ന സ്കില്ല്. മതപരമായ കാര്യങ്ങൾ നമുക്കറിയാം, ഒന്നിച്ചിരുന്ന് പഠിക്കേണ്ട, അല്ലെങ്കിൽ മദ്രസയിലെ വിദ്യാഭ്യാസമൊക്കെ സ്കൂൾ വിദ്യാഭ്യാസമാണെങ്കിലും നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് വായിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും കഴിയും. പക്ഷേ എന്തുകൊണ്ട് നമ്മളത് നിൽക്കുന്നില്ല? ചില ആളുകൾ പറയാറുണ്ട്, എന്തെങ്കിലും ഞാൻ പഠിപ്പിച്ചാൽ പിന്നെ അടിച്ച് വല്ല കൊന്നുകളയും, അല്ലെങ്കിൽ ആടെ അടിയായിരിക്കും പിന്നെ നടക്കാമെന്ന്. അങ്ങനെയല്ല, മറിച്ച് നമ്മളിപ്പോൾ വീഡിയോസ് പോലും കാണാറുണ്ട്, പഠിപ്പിക്കുന്ന രീതികൾ വളരെ നിസ്സാരമായി വളരെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് അവരെ പഠിപ്പിക്കുന്ന രീതി വളരെ എളുപ്പം അവർക്ക് മനസ്സിൽ തങ്ങാനും പഠിക്കാനൊക്കെ കാരണമാകും. എൻ്റെ കാര്യം പറയാൻ നിങ്ങൾക്കറിയാം, ഒരുപാട് എൻ്റെ പഴയ ചാനലിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന വീഡിയോസ് ഉണ്ട് ബൈക്കിൽ. അവരുടെ മുഖം ഫേസ് ചെയ്ത് ഇടാതെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓഫ് റോഡിൽ ചെറിയ നമ്മളെ അടുത്തുള്ള റോഡുകളിലൊക്കെ പിന്നെ അധികമായിട്ടും ലേണിംഗ് ഒക്കെ ഇല്ലാത്ത കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്, ചെറിയ കുട്ടികളെ നമ്മളെ റോഡിൽ നമ്മളെ വളപ്പിൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ബൈക്ക് ഞാൻ ഏകദേശം എനിക്കൊന്നൊരു 50ഓളം കുട്ടികളെ ചിലപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാകും, അതിലധികമായിട്ടുണ്ടാവും പഠിപ്പിച്ചിട്ട്. കാരണം അപ്പോൾ അവരെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും. നമുക്കൊരു ഭയങ്കര എനർജി ഫീൽ ചെയ്യും. ഒരാളെ നമ്മൾ പഠിപ്പിച്ചാൽ, നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങളൊരാൾ പഠിപ്പിച്ച് നോക്കുക, ഒരു ബൈക്ക് ഒരാൾ പഠിപ്പിച്ച് നോക്കുക, അവരെ പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അവർ നമ്മളെ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യും. അതുപോലെ അവർ ഭയങ്കര രീതിയിലാണ് നമ്മൾ കാണുക. അതുപോലെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സ്കില്ല് ഒരുപാട് അറിവ് നമുക്ക് വർദ്ധിക്കും. എത്രമാത്രം ഒരു കുട്ടിക്ക് കൈകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ചില കുട്ടികൾ കുറച്ച് സമയമെടുക്കും, ചില കുട്ടികൾ കുറച്ച് വേഗം പഠിക്കും, ചില കുട്ടികൾക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ സ്കൂട്ടി പഠിക്കും. കാരണം അവർ സൈക്കിൾ ഓടിച്ച് നല്ല പ്രാക്ടീസുള്ള കുട്ടികളാണെങ്കിൽ വളരെ പെട്ടെന്ന് ബൈക്ക് പഠിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ മതി. അതുപോലെ പിറകിലിരിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ധൈര്യം, ആ ഒരു ധൈര്യം നമ്മളൊരു കുറഞ്ഞു പോകാൻ നമുക്കറിയാം. പ്രായം കൂടുമ്പോൾ നമുക്ക് ധൈര്യം കുറയാറുണ്ട്. പക്ഷേ ഇവിടെ പ്രായം കൂടുമ്പോൾ നമുക്ക് ധൈര്യം കൂടും. പിറകിലിരുന്നിട്ട് ഒന്നും അറിയാത്ത കുട്ടിയെ പോലും നമ്മൾ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ വണ്ടി കുറച്ച് ഓടിച്ചിട്ട് അങ്ങോട്ട് വിട്ടു കൊടുക്കുകയാണ്, ഓടിക്കുക പണി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ധൈര്യം ഇമ്പ്രൂവ് ആകും, അത് ആ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ആകും, കൂടുതൽ ഉഷാറാവും. നമ്മൾ ആ ഒരു ഭയം നമുക്ക് പോകും, ഒരു ധൈര്യം കൂടുതൽ കിട്ടും. കാരണം പ്രായം കൂടുമ്പോൾ നമുക്ക് ധൈര്യം, ഞാൻ പറഞ്ഞില്ല, കുറയും. അതേപോലെ ഇപ്പോൾ കാറാണെങ്കിലും 2 ലേണിങ്ങിലാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ലേണിങ് ഉള്ള കുട്ടികളെ നമുക്കറിയാമല്ലോ, കാറ് മറ്റേ ബൈക്ക് പോലെയല്ല, ചെറുങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ലൊരു പൈസ പൊടിയാവും. അപ്പോൾ ഇവിടെ അതുപോലെ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് വിശാലമായിട്ട് ഗ്രൗണ്ടിൽ നമ്മളെ സ്ഥലത്ത് നമ്മളെ വളപ്പിൽ മൊത്തം നമ്മളെ തറവാട് പോലെ നമ്മളെ സ്ഥലത്ത് വെച്ചിട്ട് കുട്ടികളൊക്കെ നമ്മൾ കാറ് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് വളരെ എളുപ്പത്തിൽ അവർക്ക് പഠിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ഭയങ്കരം നമുക്കറിയാം, പെട്ടെന്ന് അവർ പഠിക്കും. നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ ഒരു ഉഷാറാവും, അവരിൽ കാണുന്ന ഒരു ഉഷാറും എനർജിയും. അതുപോലെ ഒരല്പം പഠിക്കുമ്പോൾ ഞാനൊക്കെ കാറൊക്കെ പഠിപ്പിക്കുമ്പോൾ കുറച്ച് അവർ ചിലപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ടെസ്റ്റ് കിട്ടിയിട്ട് പോലും റോഡ് പൊട്ടിയിട്ട് അല്ലെങ്കിൽ എച്ചെടുപ്പോൾ പൊട്ടിയിലേക്ക് എൻ്റെ അടുത്ത് പറയും, ഇങ്ങനെ ഒന്ന് സ്റ്റഡി ആക്കണം, വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളവരെ സ്റ്റഡി ആക്കുമ്പോൾ നമ്മൾ കുറച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും, അപ്പോൾ നമ്മളെ മെമ്മറിക്ക് ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം.
അപ്പോൾ നമ്മൾ കുറച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ പറയാം നീ ഉഷാറായി, നീ പഠിച്ചെന്ന് പറയും. കാരണം അവർ പഠിച്ചെന്നുള്ള ചിന്ത, ഞങ്ങൾക്ക് അറിയുന്നില്ല എന്ന ചിന്തയേക്കാൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറച്ച് പഠിച്ച് ഉഷാറായി എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഉഷാറാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുപോലെ അങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കും. അതുപോലെ നമ്മളെ ലേണിങ്ങിൽ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പഠിപ്പിക്കുക എന്ന സ്കിൽ നല്ല, അതുപോലെ മതപരമായ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. അതൊക്കെ നമ്മളെ സ്കില്ലിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്ക് ഭാര്യയെ ഒരു കാര്യം പഠിപ്പിക്കണം, മക്കളെ ഒരു കാര്യം പഠിപ്പിക്കണം. സ്വന്തം മക്കളെയാണെന്ന് നമുക്കറിയാം. നമുക്ക് സ്വന്തം മക്കളെ വളരെ ചെറുപ്പത്തിൽ തന്നെ പല മാതാപിതാക്കളും പല കുട്ടികളും പരാതി പറയാറുണ്ട്, കാറുണ്ട്, വണ്ടിയുണ്ട്, എന്നെ മാത്രം പഠിപ്പിക്കില്ല. ഈ അടുത്ത് ഒരു പെൺകുട്ടി പറഞ്ഞൊരു പരാതി, എൻ്റെ വാപ്പ എന്നും സ്കൂട്ടിയിലാണ്, പക്ഷേ എന്നും സ്കൂട്ടി എടുത്ത് രാവിലെ പോകും, വൈകിട്ട് വരും. ഞായറാഴ്ച വീട്ടിലുണ്ടെങ്കിൽ പോലും, വെള്ളിയാഴ്ച വീട്ടിലുണ്ടെങ്കിൽ പോലും എന്നെ ഒരു അരമണിക്കൂർ ഒന്ന് പഠിപ്പിക്കുന്ന പറഞ്ഞാൽ പോലും പഠിപ്പിക്കില്ല. ഭയങ്കര സങ്കടകരമായ വാർത്ത. കാരണം നമ്മളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്ന കാണുമ്പോൾ നമ്മളെ കുട്ടികളെയും നമ്മളെ പെങ്ങളെ മക്കളെയും ഒക്കെ പഠിപ്പിക്കുന്ന കാണുമ്പോൾ നമ്മളെ തന്നെ കാണുന്നില്ല, മറ്റുള്ളവർ, നമ്മുടെ കുട്ടികൾ മറ്റുള്ള ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പഠിപ്പിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ദുനിയാവിലുള്ള ആൾക്കാരെ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുക നമ്മളെ കുട്ടികളെ. ഒരു പ്രായം എത്തുമ്പോൾ, ഒരു 10ാം ക്ലാസ് ഒക്കെ എത്തുന്ന സമയത്തൊക്കെ ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഓഫ് റോഡിൽ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ അവരെ എടുക്കാൻ വേണ്ടി പഠിപ്പിക്കാമല്ലോ, റോഡിലേക്ക് അയക്കുന്നില്ലെങ്കിലും. അപ്പോൾ പലപ്പോഴും പല കുട്ടികൾ പരാതി പറയാറുണ്ട്, എൻ്റെ ഉമ്മാക്കറിയാം, ഉമ്മാക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്, എന്നെ പഠിപ്പിക്കില്ല. അപ്പോൾ ഉമ്മാക്ക് ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കാൻ ചിലപ്പോൾ അത്ര കഴിയണമെന്നില്ല. പക്ഷേ പിതാക്കന്മാർ, ആങ്ങളമാർ, ജ്യേഷ്ഠന്മാർ, അവർക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവർ നല്ലൊരു സ്കില്ലാണ് പഠിപ്പിക്കുക എന്നത്. അതുപോലെ നമ്മളെ സ്വഭാവം നന്നാക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ കുട്ടികളുമായി ഇടപഴകുമ്പോൾ, പെരുമാറുമ്പോൾ, അതുപോലെ നമ്മൾ സഹനത്തിലൂടെ, ക്ഷമയിലൂടെ. ഇപ്പോൾ നമുക്കറിയാം, ആട്ടിനെ മേയ്ക്കുന്ന ആളുകളെ കഥ പറയാറുണ്ട്. പണ്ടൊക്കെ ആട്ടിനെ മേയ്ക്കുമ്പോൾ അവർക്ക് ഭയങ്കര സ്കില്ലുണ്ടാവും, ഭയങ്കര സ്വഭാവത്തിൻ്റെ സ്കില്ലുണ്ടാവും, ഭയങ്കര സഹനവും ക്ഷമയൊക്കെ അവിടെ ഉണ്ടാവും. പ്രവാചകന്മാർ പോലും ആട്ടിനെ മേയിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ആട് എന്ന ജീവി മറ്റു ജീവികളെ പോലെയല്ല. നമ്മൾ ആട്ടിനെ കുറിച്ച് മനസ്സിലാക്കി പെട്ടെന്ന് ചൊറയും, പെട്ടെന്ന് ഇതാവും. അപ്പോൾ ഭയങ്കര കെയർ ചെയ്യേണ്ടി, ഭയങ്കര ക്ഷമയും അതൊക്കെ ആവില്ലെങ്കിൽ. അതുപോലെ ഓരോന്നിലും നമ്മൾ ചെയ്യുമ്പോഴേക്കും അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. അത് നമ്മളെ മക്കളെയൊക്കെ നമ്മൾ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ വിഷയം നമുക്കറിയുന്ന വിഷയങ്ങൾ, ചില ആളുകൾക്ക് നന്നായി നീന്താൻ അറിയാം. സ്വന്തം കുഞ്ഞ് 9ാം ക്ലാസ്സായി 10ാം ക്ലാസ്സായി ആൺകുട്ടിയാണെങ്കിൽ പോലും 7ാം ക്ലാസ്സായി 8ാം ക്ലാസ്സായിട്ട് പോലും ആ കുട്ടിയെ ഒന്ന് കുളത്തിൽ കൊണ്ടുപോകാനോ ഒന്ന് നീന്താൻ പഠിപ്പിക്കാനോ ഒന്നും ശ്രമിക്കാറില്ല ആളുകൾ. നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ക്ലിയറായി പഠിച്ച കാര്യങ്ങൾ ഒരാളെ കൊണ്ടുപോയി നമുക്കറിയാം, പാറപ്പള്ളി പള്ളിക്കുളമൊക്കെ 3, 4, 5 പടികളിലെ സ്ഥലമാണ്. ഞാനൊക്കെ എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം വളരെ സിമ്പിളാണ്. ഒന്നിങ്ങനെ കൈ നമുക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ജൂക്കിയിട്ട്, നമ്മൾ ജൂക്കാന്ന് പറയും നമ്മളെ ഭാഷയിൽ, ഇങ്ങനെ കാലുകൊണ്ട് ജൂക്കിയിട്ട് കൈയും കാലും അടിച്ചിട്ട് ഒന്ന് നീന്തിയ ഒരു 10-20 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നല്ല പേടി ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പേടിയില്ലെങ്കിൽ ഒരു 10-15 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ഒരു 2-3 മണിക്കൂർ അവൻ പഠിച്ചിരിക്കും നീന്താൻ. അതൊക്കെ പഠിപ്പിക്കാം. അപ്പോൾ നമുക്ക് അറിയാം നമ്മളെ നാട്ടിലെ അവസ്ഥ, വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അധികം വെള്ളത്തിലൊക്കെ സ്കൂളൊക്കെ പോകുമ്പോൾ നമുക്ക് പേടിയാണ് കുട്ടികൾ പോകുമ്പോൾ മഴക്കാലത്ത്. അപ്പോൾ നീന്തുക എന്നൊരു അഭ്യാസം അവനെ പഠിപ്പിച്ചാൽ നല്ലതാണ്. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മനസ്സിലാക്കുക. അങ്ങനെ ഓരോ വിഷയവും നമ്മൾ തന്നെ മുൻകൈയെടുത്ത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും ഒരുപാട് സമയമൊക്കെ നമ്മൾ പലപ്പോഴും മൊബൈലിലും പല സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ ചിലവഴിക്കാറുണ്ട്. ആ ഒക്കെ സമയമൊക്കെ മാറ്റി വെച്ച് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും തൻ്റെ കുടുംബത്തിലുള്ളവർക്കും തൻ്റെ അടുത്ത ബന്ധുക്കൾക്കും അങ്ങനെയുള്ള ബന്ധപ്പെട്ട കുട്ടികൾക്കൊക്കെ വേണ്ടി നമ്മൾ സമയം മാറ്റി അവരെ ഒരു കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ സമയം വിനിയോഗിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക.